ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1884. ഇന്ന് ഫെബ്രുവരി മാസം 26-ാം തീയതി 57-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. ക്രിസ്തുയേശു ഇങ്ങനെ ജീവനെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ കാര്യമായിട്ടൊന്ന് പഠിപ്പിക്കുന്നു. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ച് എന്തിനാണ് ഇത്രത്തോളം ആകുലപ്പെടുന്നത്? എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ച് എന്തിനാണ് ഇത്രത്തോളം ഉത്കണ്ഠാകുല ആകുന്നത്? വേണ്ടേ? പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും വേണ്ടേ? എന്തെങ്കിലുമൊക്കെ വസ്ത്രം ധരിക്കണ്ടേ? വേണം, വേണ്ടെന്നല്ല. ഭക്ഷണത്തെക്കാൾ ജീവൻ വലുതാണെന്ന് നമ്മൾ മറന്നുപോയി. വസ്ത്രത്തെക്കാൾ ശരീരത്തിന് ശ്രേഷ്ഠതയുണ്ട്. പുറമേയുള്ള ചില കാര്യങ്ങളിൽ മാത്രം അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ പെട്ടുപോയി. അവയൊന്ന് തിരുത്തണം, തിരുത്തപ്പെടേണ്ടതാണ്. അതിനായിട്ടുള്ള ക്രിസ്തുയേശുവിന്റെ ശ്രമമാണ്. ശരിയാ, ഭക്ഷണവും പാനീയവും വേണ്ടെന്നല്ല. അത് ആവശ്യത്തിന്, അത്യാവശ്യക്കാർക്ക് ആവോളം നൽകിയ ആളും കൂടിയാണ് ക്രിസ്തുയേശു. ഒടുവില് തന്റെ ശരീരവും രക്തവും പോലും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാനായിട്ട് പങ്കിട്ടയാളും. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനോ പാനീയത്തിനോടോ എതിർപ്പുള്ള ആളും മാത്രമല്ല, ആരോപണം കെട്ടിരുന്നു. അവനിങ്ങനെ ചുങ്കക്കാരുടെ ഒപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. പിന്നെ വസ്ത്രം, അതും ഇങ്ങനെ അപകരിച്ചെടുക്കുന്നതിന് പുറംകുപ്പായം കൂടെ കൊടുക്കണമെന്നൊക്കെ പഠിപ്പിച്ച ആളാണ്. വസ്ത്രം വേണ്ട എന്ന് പഠിപ്പിച്ച ആളല്ല. നമുക്കൊക്കെ പറ്റുന്ന ഒരു ചെറിയ പ്രശ്നം, വസ്ത്രത്തെക്കാൾ ശരീരത്തിന് പ്രാധാന്യമുണ്ടെന്നും ശ്രേഷ്ഠതയുണ്ടെന്നും എപ്പോഴും മറന്നുപോയി. അതുകൊണ്ട് എന്താ ആപത്തെന്നറിയാം? നമ്മളിങ്ങനെ ആ പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധാലുക്കളാവും. പ്രധാനപ്പെട്ടവയെ നമ്മളിങ്ങനെ അത്രത്തോളം പ്രധാനപ്പെട്ടതല്ല എന്ന വിധത്തില് മാറ്റിക്കളയും, ചെറുതാക്കിക്കളയും. അപ്രധാനപ്പെട്ട പലതിനെ നമ്മൾ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു പ്രയോറിറ്റി ശരിക്കും എങ്ങനെയൊക്കെയോ തകിടം മറിയുകയാണ്. അതിനെ ഒന്ന് പുനഃസ്ഥാപിക്കണം. എന്തൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിലും എന്തൊക്കെ പാനീയങ്ങളുണ്ടെങ്കിലും ഈ ശരീരത്തിൽ ജീവനില്ലെങ്കിൽ അവ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് പ്രയോജനപ്പെടും. എന്തുമാത്രം വസ്ത്രങ്ങളുണ്ടെങ്കിലും എന്റെ ശരീരം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വസ്ത്രങ്ങൾ കൊണ്ട് എനിക്കെന്ത് പ്രയോജനമാണ് കിട്ടുക? അത്രത്തോളം ഒരു പുനർചിന്ത, ഒരു വിചിന്തനം ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ. പതിയൊരു വലിയ നോമ്പുകാലമൊക്കെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കുറെ കൂടി നമുക്ക് വിശാലമായിട്ടൊന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രവർത്തിക്കുകയും ആവാം. ആമേൻ.